ഗൈസ്, നമ്മളിപ്പം റൂം ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. 5:30 വരെ ചായ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതും നമുക്ക് കോംപ്ലിമെൻ്ററി ആയി. എനിക്ക് ഈ കോംപ്ലിമെൻ്ററി സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവാം. ഇതൊക്കെ നല്ല രസമാണ് ഈ പ്രോപ്പർട്ടി. പിന്നെ സൈക്കിൾ എടുക്കാറുണ്ട്, പെട്ടെന്ന് പോകാറുണ്ട്. സൈക്കിൾ എടുക്കാറുണ്ട്, പെട്ടെന്ന് പോകാറുണ്ട്. ആ, ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ബോട്ടിങ്, പെഡൽ ബോട്ടല്ലേ, പിന്നെ ഏതെങ്കിലും കയാക്കിംഗ് ഉണ്ട്. അതൊക്കെ നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ. നാളെ രാവിലെ എത്തുക. ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ട് സൈക്കിളെന്ന് പറഞ്ഞ കൊച്ചിനെ കഴിച്ചു. ഞാനൊന്നും ഇതാണല്ലോ റെസ്റ്റോറൻറ്റ്. ബുദ്ധിപരമായ ആൾക്കാർക്ക് കളിക്കാൻ ചെസ്സുണ്ട്. നമുക്കങ്ങോട്ട് പോകട്ടെ. ഞാൻ പോവും, നിനക്കെൻ്റെ ബുദ്ധിയില്ല. ബുദ്ധിയില്ല. ഉണ്ടോ ചെടികൾ നോക്ക്. ഇതല്ലേ റെസ്റ്റോറൻറ്റ്? ചെടിക്ക് വെള്ളം ഇതല്ലേ റെസ്റ്റോറൻറ്റ്? ഇവിടെ ഇതാണ് ഇതാണ് പബ്ലിക് പൂൾ. രണ്ട് കോഫി. ഈ പച്ചയും കൂടെ നല്ല ചേരുന്നുണ്ടല്ലേ. അവിടെ നടന്നു പോകാം. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ചായക്ക് തിരിച്ച് കാണിച്ചത് അത് നേരത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കോഫി പറഞ്ഞു. കോഫിയും പഴംപൊരിയും കൊഴുക്കട്ടയും. എന്താ ചട്നി. ചായ കുടിക്കാൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുക. പക്ഷെ കണ്ട പ്രോപ്പർട്ടി നല്ല ഭംഗിയുണ്ടല്ലേ. ഇഷ്ടപ്പെട്ടോ പ്രോപ്പർട്ടി? കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീറ്റ് എല്ലാം സെറ്റാക്കാം എന്നാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. അതെനിക്കറിയാം. ഇനിയിപ്പോൾ എന്താ ഇവിടെ നമുക്ക് ബേർഡ്സിനെയും പിന്നെ കാറ്റിൽ ഫീഡുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇവിടെ ഫുൾ വെജിറ്റബിൾസിൻ്റെ ഒരു ഫാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറഞ്ഞു. നമുക്ക് ഞാൻ ഡീറ്റെയിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാലേ. ഇപ്പോൾ അവർക്ക് പട്ടം പറത്താൻ വേണ്ടി പോവാം. പക്ഷെ പട്ടം 5:30 പറഞ്ഞത്. പട്ടം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്രോപ്പർട്ടി അല്ലേ. എനിക്കിഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല, മൈക്കൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മളിതാ ബീച്ച് എത്തി. എനിക്ക് മണ്ണിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. ആ റൂൾസൊക്കെ കാണണ്ട, ഇവൾക്ക് പറഞ്ഞു കൊടുക്കണം കുറച്ച്. അല്ലെങ്കിൽ ഇവളൊന്നും സമ്മതിക്കൂല. റൂൾസ് ഉണ്ടല്ലോ. ചിൽഡ്രൻ ഷുഡ് ബി അക്കമ്പനീഡ് ബൈ പാരൻസ്. ഉണ്ട്, എൻ്റെ പാരൻറ്റ്. എടാ ഇവിടെ ഷട്ടിൽ കളിക്കാം. അതവർ പറഞ്ഞല്ലോ, ബാഡ്മിൻ്റൺ വോളിബോളൊക്കെ ഉണ്ടെന്ന്. വോളിബോൾ കോർട്ടാണ് ഇത്. ഓക്കെ, നമുക്ക് നാളെ രാവിലെ എണീറ്റ് വന്ന് നമ്മൾ നാളെ നിനക്ക് എന്തൊക്കെ യോഗ, ബാഡ്മിൻ്റൺ, വോളിബോൾ, പിന്നെ കാറ്റിൽ ഫീഡ് ചെയ്യും. എന്തൊക്കെ നമ്മൾ ചെയ്യും. നമ്മളിനി ഒരു പ്രാവശ്യം കൂടെ ബീച്ചിൽ വരും എന്നാണ് ഇവൻ എന്നോട് പറഞ്ഞേക്കുന്നത് ഇറങ്ങാൻ വേണ്ടി. ഇപ്പം നമ്മൾ പട്ടം പറത്താനായിട്ട് നമ്മൾ പോകുന്നു. ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മ വന്നു? പിന്നെ അവർ നമ്മുടെ എല്ലാ വീഡിയോ കണ്ടോണ്ടിരിക്കുകയല്ലേ. നമ്മുടെ വീഡിയോ കണ്ടവരെ തന്നെ വെച്ചിരിക്കുന്നത്. എവിടെ പോണു? ഞാൻ ഇത് കാണിച്ചു കൊടുക്കാം. എൻ്റെ പറയുകയാണ് വരുന്നത് കാണിക്കാൻ. ഇത് മറ്റേ നമ്മുടെ ഗോവ അടുത്ത് നിന്ന് പറഞ്ഞാലേ ഇത് കേൾക്കുള്ളൂ, ആർക്കും കേൾക്കൂല. ഒന്നാമത് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാവരും പരാതിയാണ്. മൈക്കില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, മറ്റേ പൈൻ്റെ സംഭവം ഇല്ലേ, ആ ഒരു സംഭവത്തിൻ്റെ ഒരു നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് റീലൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒരു അടിപൊളിയല്ല, ബോറായിരിക്കും. നല്ല രസമായിരിക്കും. കുറച്ച് റീൽസ് കണ്ടുപിടിക്കണം.
വാ നമുക്ക് പട്ടം പറക്കാം. Many minutes later. നേരെ പോയിട്ട് വാ. ഓ ഏ റെസ്റ്റോറൻറ്റിലൊന്നും ഇതിനാണ് അതല്ലേ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച റെസ്റ്റോറൻറ്റ് എന്തിനു പോകണമെന്ന്. എൻ്റെ എടുക്കല്ലേ എടേ എടുത്ത് നീ കൈ ഇത്ര പൊക്കാൻ പറ്റുള്ളൂ. ബെല്ലൊക്കെ ഉണ്ട്. നമ്മളെങ്ങോട്ടാ പോണേ? ബ്രേക്ക് കുറയുമോ ഈ സൈക്കിളിൽ? അതിന് ഇത്തിരി നേരം സൈക്കിൾ ഓട്ടെന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയില്ലെന്ന് പറയാവൂ. പട്ടം പറത്താൻ പറ്റിയില്ല ഗൈസ്. ഇവിടെ കാറ്റ് കുറവായതുകൊണ്ട് പേപ്പർ പട്ടം അല്ലേ, പേപ്പർ പട്ടമായതുകൊണ്ട് അത്രയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ ചെയ്ത് ബീച്ചിലോട്ട് ഇറങ്ങാൻ വന്നിരിക്കുക. ഇത് ആക്ച്വലി സാന്താരിയുടെ പ്രൈവറ്റ് ബീച്ചുമാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് പ്രൈവറ്റ് ആക്സസ് ഉള്ള സ്ഥലം. പബ്ലിക് ബീച്ച് അവിടെ റെഡ് ഫ്ലാഗിൻ്റെ അപ്പുറം. ഇത് പ്രൈവറ്റ്. ഇത് ഇങ്ങോട്ട് അങ്ങനെ അധികം പറ്റില്ല. അവിടെയൊക്കെ നിറയെ മറ്റേ എന്ത് പട്ടാണ്, പ്ലാസ്റ്റിക് പട്ടം. അത് ശംഖുമുഖം പോലത്തെ ഒരു ബീച്ചാണ്. അതെല്ലാവരും മറ്റേ മാരാരി ബീച്ച്, അവിടെ എല്ലാവരും വന്നിറങ്ങുന്നത്. ഇപ്പം നമ്മളിതിപ്പോൾ ഇങ്ങോട്ടായതുകൊണ്ട് അവർക്ക് നടന്നു വരാം. പക്ഷെ ആരും വരത്തില്ല. ഇതിപ്പോൾ നമ്മുടെ എക്സിറ്റ് ഇവിടെ, ഇതാണ് നമ്മുടെ എക്സിറ്റ്. ആ എക്സിറ്റ് അതായതുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് ബീച്ച്. സൈക്കിള് ചവിട്ടി ആ വീഡിയോ കണ്ടു കാണും അവരിപ്പോൾ. ഓക്കെ. ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. ഓക്കെ, അതുള്ള കേട്ടോ. അത് നല്ല രസമുണ്ട്. ആ കാട്ടിൽ ഇങ്ങനെ വന്നിട്ട് പോയി വരും ചമ്മിപ്പോയി. വരും തട്ടിട്ടു. എന്നെ തട്ടി കൂടിയില്ല. അയ്യേ തട്ടിയില്ല. ഇന്നെ തട്ടിയില്ല. ഞാൻ തട്ടിയില്ലെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. തട്ടിയില്ല. ഇപ്പം വരും. പക്ഷെ ഇത് വരുന്നില്ല. കുറച്ചുകൂടെ നല്ല രസമുണ്ടല്ലേ. നല്ല ക്ലീൻ ബീച്ചാണോ ഒന്നല്ലേ? ഞാൻ പോയി തട്ടിയിട്ട് വരാം. എന്തോന്നുണ്ട് ഇങ്ങോട്ട് വന്ന് തട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി തട്ടാം. നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര നേരം വന്നോണ്ടിരിക്കും. ഇവിടെ വരെ വരുന്നുള്ളൂ. സൺസെറ്റ് ആയതോ സൂര്യനെ നോക്ക്. അപ്പം നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഇവിടെ 8 മണിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, ഭരതനാട്യം. അപ്പോൾ ഈ ഡിന്നർ ടൈം 7:30 to 10 ആണ് ഡിന്നർ ടൈം. നമ്മൾ ആ 8-നുള്ളിൽ പോവുകയാണെങ്കിൽ അതും കൂടെ കാണാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്തൊക്കെ ഡിഷസ് ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾ. അതുപോലെ കുറച്ച് ഭരതനാട്യത്തിൻ്റെ ക്ലിപ്സും കൂടെ കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ എത്തി. എഗ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, പിന്നെ ഇവർ സൈഡ് ഡിഷ് പോലെ പപ്പടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാരംസ് കളിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു കളി കഴിച്ചു ഗൈസ്. ഞാൻ ജയിപ്പിച്ചോളാം. തോറ്റുപോയി. ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെ പിന്നിടുന്നു. ഇവിടെ ഭയങ്കര ജാടയായിരുന്നു. ഞാൻ ജയിച്ച് കാണിച്ചു തരാം, ഞാൻ പ്രോ ആണ്, മറ്റേതാണ്. ശരി ആയിക്കോട്ടെ. ജയിപ്പിച്ചപ്പോൾ ഇപ്പം അങ്ങനെ നമ്മൾ പാവം, നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഈ കളിയുടെ റിസൾട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതെന്ത് മറ്റേ കളി ഞാൻ ജയിച്ചു, അതിൽ കാര്യമില്ല. അതെന്താ ഒരു കളി ജയിച്ചല്ലോ. ഒരു കളി ചിലപ്പോൾ ഞാൻ അവന് വേണമെങ്കിൽ വിട്ടുകൊടുക്കും. നീ വിട്ടുതരണ്ട, നീ തോപ്പിക്ക്. ഓക്കെ, സെറ്റ്, കളിക്കാം. ഞാൻ ജയിച്ചിരിക്കുന്നു. എനിക്കിത് റെഡ് കിട്ടി. ഇത്രയും കോയിൻ എനിക്ക് കിട്ടി. അവരിത് ഇത്രയും കോയിൻ. പ്രോയ്ക്ക് പ്രോ. ഇത് നമ്മുടെ വിജയം ഗൈസ്. കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് എന്നെ ചെസ്സ് കളിക്കാൻ വേണ്ടി ബുദ്ധിപരമായി എന്നെ തോപ്പിക്കാമെന്ന് പറഞ്ഞ് ഇതായിരിക്കും. എന്നെ പഠിപ്പിച്ച് തന്ന് കളിപ്പിക്കുവാണ് ഇവിടെ. കുറേ നേരമായിട്ട് ആലോചിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്ത മത്സരം ഇല്ല കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഉടനെ അറിയാം. കളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് കളി നിർത്തി വെച്ചു ഗൈസ്. ഇനി ഞങ്ങൾ റൂമിൽ പോകുന്നു, പൂളിലിറങ്ങുന്നു, പൂളിൽ കുടിക്കാൻ പോകുന്നു. ഓക്കെ, ബൈ.